ആസന്നമായ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ കെ മുരളീധരനും LDF സ്ഥാനാർത്ഥിയായിട്ട് VS സുനിൽകുമാറും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ സുരേഷ് ഗോപിയുമാണ്. 3 പേര് മത്സരിക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വാശിയേറിയ ജനശ്രദ്ധയാകർഷിക്കുന്ന മത്സരമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. ഈ മത്സരത്തിൽ തൃശ്ശൂരിൽ ആര് ജയിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, 2019 സ്ഥാനാർത്ഥിയാണ്, BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം ഏകദേശം 3 ലക്ഷത്തിനടുത്ത് വോട്ട് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ സമയം, ഒരു 2 ആഴ്ചക്കാലമാണ് അദ്ദേഹത്തിന് പ്രചരണം നടത്താൻ ലഭിച്ചിട്ടുള്ളത്. ആ ലഭിച്ച 2 ആഴ്ച കൊണ്ടാണ് അദ്ദേഹം 3 ലക്ഷത്തിനടുത്ത് വോട്ട് നേടിയത്. BJPക്ക് പാർട്ടി വോട്ടുകൾ എന്ന് പറയുന്നത് അത്ര തൃശ്ശൂരിലില്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ച വോട്ട് തന്നെയാണ്. രണ്ടാമത്, ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇനി നാം പോകുന്നത്. ഇപ്പോൾ 2019 അന്ന് മത്സരിച്ച മറ്റ് 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് TN പ്രതാപൻ, നിലവിലെ MP, മറ്റൊന്ന് CPIയുടെ LDFൻ്റെ രാജാജി മാത്യു തോമസ്. അവർ രണ്ടുപേരും ഇപ്പോൾ മത്സരിക്കുന്നില്ല. ഇപ്പോൾ മത്സരിക്കുന്നത് ശ്രീ മുരളീധരനും ശ്രീ സുനിൽകുമാറുമാണ്. ശ്രീ സുനിൽകുമാർ തൃശ്ശൂർ മണ്ഡലത്തിൽ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കയ്പമംഗലം ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ കയ്പമംഗലത്ത് അദ്ദേഹം MLA ആയിരുന്നു. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ ചേർപ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു ശ്രീ സുനിൽകുമാർ. അതുപോലെ തന്നെ തൃശ്ശൂർ പാർലമെൻറ്റിലെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം തൃശ്ശൂരിൽ വളരെ അറിയപ്പെടുന്ന ജനകീയനായ, തൃശ്ശൂരിലെ പൂരം നടത്തിപ്പാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും, അത് കൃഷിമന്ത്രി അയക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ വളരെ ജനകീയമായി തൃശ്ശൂരിൽ ഇടപെട്ടിരുന്ന ഒരാളാണ്. ശ്രീ കെ മുരളീധരൻ്റെ കാര്യം പറയുമ്പോൾ, ശ്രീ കെ മുരളീധരൻ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് തൃശ്ശൂർ. മുരളി മന്ദിരം തൃശ്ശൂരാണ്, പൂങ്കുന്നത്താണ്. അദ്ദേഹം ജനിച്ചതും ഏകദേശം ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയതും തൃശ്ശൂരിൽ തന്നെയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫാദർ മന്ത്രി കെ കരുണാകരൻ മുഖ്യമന്ത്രിയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവർ മറ്റു പല സ്ഥലങ്ങളിലുമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക. പക്ഷെ അദ്ദേഹം ജന്മം കൊണ്ടും അതുപോലെ തന്നെ പഠനം കൊണ്ടും ചെറുപ്പകാലം, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കാലം, സ്കൂൾ കാലമൊക്കെ തൃശ്ശൂരിൽ തന്നെയായിരുന്നു. തൃശ്ശൂരുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു വലിയ കോൺഗ്രസിനകത്ത് ഫാൻസ് സംവിധാനമുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീ കെ മുരളീധരൻ. എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശ്രീ കെ മുരളീധരന് ഏറ്റവും വലിയ വിജയസാധ്യതയുണ്ട് എന്ന് പരിശോധിക്കുന്നതാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇതൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്, UDFന് അനുകൂലമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ശ്രീ കെ മുരളീധരനാണ് വിജയസാധ്യത എന്ന് പറയുന്നതിന് ഒന്നാമത്തെ കാരണം. കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്രത്തിൽ നിലവിൽ കോൺഗ്രസ് ആണ് ബെസ്റ്റ്. അതായത് CPM ആണെങ്കിലും ഒരേ നിലപാടാണ് അവിടെ പോയാൽ സ്വീകരിക്കുന്നത്. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവിടെ ഡൽഹിയിലെത്തുമ്പോൾ ഒരുമിച്ചെത്തുന്നു. അപ്പോൾ നിലവിൽ ഒരു ദേശീയ പാർട്ടി എന്ന രീതിയിൽ ദേശീയ വിഷയങ്ങൾ, ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായി BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെയൊക്കെ നിരന്തരമായി റാലികൾ നടത്തിയും പദയാത്രകൾ നടത്തിയും ഭാരത് ജോഡോ യാത്ര നടത്തിയൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് ശക്തി പകരാൻ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ UDFന് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. അതാണ് കെ മുരളീധരൻ്റെ വിജയസാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്ന ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശ്രീ കെ മുരളീധരനുള്ള വലിയ പിന്തുണയാണ്. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ മതേതര മൂല്യങ്ങൾ, ശ്രീ കെ കരുണാകരൻ്റെ മകൻ എന്നുള്ളതും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ BJP വിരുദ്ധ നിലപാടുകൾക്കും നിഷ്പക്ഷരായിട്ടുള്ള സെക്കുലർ മനോഭാവമുള്ള നിഷ്പക്ഷരായ ജനങ്ങളുടെ പിന്തുണയും എല്ലാ കാലത്തും എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിലും അതുപോലെ തന്നെ വടകരയിലും അദ്ദേഹത്തിന് നിഷ്പ്രയാസം ജയിച്ചു കയറാൻ കഴിയുന്നതും നേമത്ത് 15,000 വോട്ടിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്
അദ്ദേഹത്തിൻ്റെ വോട്ട് 20,000 വോട്ട് ഉയർത്തി 35,000 വോട്ട് അദ്ദേഹത്തിനാക്കാനും BJP പിടിക്കുന്ന വോട്ടുകളിലേക്ക് കടന്നു കയറാൻ സാധിച്ചത്. അപ്പോൾ ഒന്ന്, കേന്ദ്രത്തിൽ UDF അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു. രണ്ട്, ശ്രീ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരം, ക്രൈസ്തവ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം, അതുപോലെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള സെക്കുലറായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടുകൾ നേടാനുള്ള അദ്ദേഹത്തിന് ശ്രീ മുരളീധരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റു നെഗറ്റീവ് ഒന്നും നിലവിലെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടാനില്ല. വളരെ ശക്തനായൊരു നേതാവാണ്. തൃശ്ശൂരിൽ എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളും വേരുകളുമുള്ളൊരു നേതാവാണ്. അതുപോലെ തന്നെ BJP ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ കഴിഞ്ഞ തവണ 2019 നേടിയ വോട്ടുകൾ, അത് അന്നത്തെ 2 LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 24-ൽ 2019 വെച്ച് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ BJPക്ക് വോട്ട് കുറയാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ശ്രീ സുനിൽകുമാറിനും ശ്രീ മുരളീധരനും BJP വോട്ടുകളിലേക്ക് കൂടി കടന്നു കയറാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തികളാണ് അവർ. അതുകൊണ്ട് കെ മുരളീധരന് സ്വാഭാവികമായിട്ടും BJP വോട്ടുകൾ സുരേഷ് ഗോപി കഴിഞ്ഞ 2019 നേടിയ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ കഴിയും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ മതനിരപേക്ഷ നിലപാടുള്ള ആളുകളുടെ വോട്ടുകളൊക്കെ നേടാൻ കഴിയും. അതുകൊണ്ട് മുരളീധരന് വലിയ വിജയസാധ്യത ഈ എല്ലാ കാരണങ്ങൾ കൊണ്ടും തൃശ്ശൂരിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ സുനിൽകുമാർ, അദ്ദേഹം ജനകീയനാണ്. ചില ബെൽറ്റുകളിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. എന്നാൽ കെ മുരളീധരനെ പോലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും എല്ലാ പ്രദേശത്തും ഒരുപോലെ അറിയപ്പെടുന്ന ആളല്ല ശ്രീ സുനിൽകുമാർ എന്നാണ് എൻ്റെ പക്ഷം. കാരണം അദ്ദേഹം തൃശ്ശൂരിൽ ML എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ചേർപ്പ് ഭാഗത്തും അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന 7 നിയോജക മണ്ഡലങ്ങളിലും ഒരു പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലാതെ ഒരു ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ അറിയുന്ന വ്യക്തിത്വമാണ് ശ്രീ കെ മുരളീധരൻ. എല്ലാ മതവിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. നിലവിൽ കേരളത്തിൽ മതനിരപേക്ഷ വിഭാഗങ്ങളുടെ, മതനിരപേക്ഷ മനസ്സുകളുടെ ഒരു പ്രതീക്ഷ കൂടിയാണ് ശ്രീ കെ മുരളീധരൻ. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ജയസാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം വിജയിക്കും. ശ്രീ സുനിൽകുമാർ 2ാം സ്ഥാനത്തെത്തും. BJP 3ാം സ്ഥാനത്ത് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് വേറെ ആരും ഇത് വിലയിരുത്തിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് BJPക്ക് ഇത്തവണ കിട്ടില്ല. അതിന് 2-3 കാരണങ്ങളിൽ, ഒന്ന്, നിലവിലുള്ള UDF LDF സ്ഥാനാർത്ഥികളാണ്. 2, കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ട സുരേഷ് ഗോപി. 2019 വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടാത്ത സുരേഷ് ഗോപി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്താണ് എന്നുള്ളത് പൂർണ്ണമായും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന് വോട്ടുകൾ കുറയും, 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കുറയും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. 2024 ജൂണിൽ റിസൾട്ട് വരുമ്പോൾ തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിയായ ശ്രീ കെ മുരളീധരൻ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താങ്ക് യു.